നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചന്ദ്രാപിനിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം. തളിക്കുളത്ത് ദേശീയപാതയിൽ ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വിശദമായ വാർത്തകളിലേക്ക്. ചന്ദ്രാപിനിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം. ചന്ദ്രാപിനി വില്ലേജ് ഓഫീസിന് പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന മാമ്പുള്ളി ബിനോയിയുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ വീടിന്റെ മുൻവശത്തെ തൂണും മേൽക്കൂരയും തകർന്നിട്ടുണ്ട്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 6 പേരടങ്ങുന്ന സംഘമാണ് വീട്ടിലെത്തി ആക്രമണം നടത്തിയത്. സംഭവ സമയത്ത് ബിനോയിയുടെ സഹോദരി അശ്വതി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. മാരകായുധങ്ങളുമായി എത്തിയ സംഘം വീടിന്റെ മുൻവശത്തെ തൂണ് അടിച്ചു തകർത്തതിനെ തുടർന്ന് മേൽക്കൂര ഇടിഞ്ഞു വീഴുകയായിരുന്നു. മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തളിക്കുളത്ത് ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഇരു ലോറികളിലെയും ഡ്രൈവർമാരായ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി അന്തുഭവനിൽ സജീവ്, കാസർഗോഡ് സ്വദേശി നെല്ലിക്കാട്ട് ഇബ്രാഹിം, ക്ലീനർ കരുനാഗപ്പള്ളി സ്വദേശി അമ്പാടി വീട്ടിൽ ബിജു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആക്സ് പ്രവർത്തകർ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയ്ക്ക് വടക്ക് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. കൊല്ലത്ത് നിന്ന് അരി കയറ്റി വരികയായിരുന്ന ലോറിയും ബിസ്ക്കറ്റ് കയറ്റി വരികയായിരുന്ന ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് കരുതുന്നു. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചന്ദ്രാപിനിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. എടമുട്ടം പാലപ്പെട്ടി ബീച്ചിൽ പാനക്കപ്പറമ്പിൽ തിലകന്റെ മകൻ വിജീഷാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ചന്ദ്രാപിനി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപം ദേശീയപാതയിലായിരുന്നു അപകടം. വിജീഷ് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ തൂക്കിയിട്ടിരുന്ന ബാഗ് ചക്രത്തിനുള്ളിൽ കുരുങ്ങിയതാണ് അപകടത്തിന് കാരണം. വിജീഷ് ബൈക്കിൽ നിന്നും മറിഞ്ഞു വീഴുകയായിരുന്നു. അപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ വിജീഷിനെ ചന്ദ്രാപിനിയിലെ ആക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ചൊവ്വാഴ്ച വൈകിട്ടോടെ മരണപ്പെടുകയായിരുന്നു. വിദേശത്തായിരുന്ന വിജീഷ് 2 ആഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 2014-15 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് ധനസഹായം വിതരണം ചെയ്തു. വലപ്പാട് പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് ബീന അജയ് ഘോഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പേര് അപേക്ഷ കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമുക്കത് ഈ ആനുകൂല്യം കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ടീച്ചറോട് പറയാറുണ്ട്, ടീച്ചർ ഇപ്പോൾ പല വർഷങ്ങളിൽ ആദ്യ വർഷങ്ങളിൽ കൊടുത്ത ആൾക്കാരെ നമ്പർ നോക്കി വിളിച്ചുകൊണ്ടാണ് പലരെയും അപേക്ഷ നേരിട്ട് ടീച്ചർ തന്നെ വാങ്ങിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ അതുപോലെയല്ല, എല്ലാ വർഷവും ജനങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം, ഒരു വർഷം നമ്മൾ ചെയ്താൽ പിന്നെ തുടർച്ചയായി കിട്ടുമെന്നുള്ളൊരു ധാരണ. നമ്മൾ ഓരോ വർഷവും പ്രത്യേകം പ്രൊജക്റ്റ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഓരോ വർഷവും നമ്മൾ പുതിയ അപേക്ഷകൾ വെക്കണം. ഗ്രാമസഭയിൽ വെക്കുന്നതിനും ഉപരിയായിട്ട് പിന്നെ ടീച്ചർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ ടീച്ചറുടെ കൈവശം കൊടുക്കുകയും വേണം. അങ്ങനെയാണ് നമ്മൾ ഈ പദ്ധതി. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പരിപാടി വെക്കുക. പക്ഷേ രക്ഷിതാക്കളുടെ എണ്ണം വളരെ ചുരുക്കമാണ്. ടീച്ചർ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം. അതുപോലെ തന്നെ ഈ വർഷം ഇപ്പോൾ നമുക്കൊരു നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഗവൺമെൻറ് ജില്ലാ പഞ്ചായത്തിനും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും നിർബന്ധമായി ചെയ്യേണ്ട ഒരു പ്രോജക്റ്റായിട്ട് ഈ കഴിഞ്ഞ വർഷം മുതൽ ഇത് നിലവിലുള്ളത്. വൈസ് പ്രസിഡന്റ് PM അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. KB റാണി ടീച്ചർ, സിത പ്രദീപ്, കൃഷ്ണവേണി പ്രമോദ്, NS ധർമ്മൻ മാസ്റ്റർ, ബേബി പീതാംബരൻ എന്നിവരും സംസാരിച്ചു. ജനറൽ വിഭാഗത്തിന് 3 ലക്ഷം രൂപയും SC വിഭാഗത്തിന് 70,000 രൂപയുമാണ് വിതരണം ചെയ്തത്. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ട് ദീപാരാധന സമയത്ത് 1,10,001 നെയ്വിളക്കുകൾ തെളിയിച്ചു. തുടർന്ന് കലാസാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി ഗായത്രി നമ്പൂതിരി സഭയുടെ കൈകൊട്ടിക്കളയും ഇരിങ്ങാലക്കുട ഉണ്ണായി വാരിയാർ കലാക്ഷേത്രത്തിന്റെ ശ്രീരാമ പട്ടാഭിഷേകവും അരങ്ങേറി. Something
ഒൻപതാം ദിവസമായ ചൊവ്വാഴ്ച പരിവാര പ്രതിഷ്ഠ, ഉപദേവ പ്രതിഷ്ഠ എന്നിവയും നടന്നു. ദേവന്റെ പരിവാരങ്ങളായ ഇന്ദ്രാദി ദിക്പാലന്മാരെയും സപ്തമാതൃക്കൾ, നിർമാല്യധാരി, വലിയ ബലിക്കൽ ഇത്യാദികളെയും ഉപദേവന്മാരെയും യഥാസ്ഥലത്ത് പ്രതിഷ്ഠിച്ച് കലശാഭിഷേകം നടത്തി. വൈകിട്ട് മണലൂർ ഗോപിനാഥ് അവതരിപ്പിച്ച ഓട്ടൻതുള്ളലും വൈക്കം വിജയലക്ഷ്മിയുടെ സംഗീത കച്ചേരിയും ഉണ്ടായിരുന്നു. പെരിഞ്ഞത്ത് അടച്ചിട്ട വീട്ടിൽ മോഷണശ്രമം. പുളിഞ്ചോട് ഉണ്ടേക്കടവിൽ അഷ്റഫിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോഴാണ് ഇരുനില വീടിന്റെ മുകളിലത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് വീട് പരിശോധിച്ചപ്പോഴാണ് എല്ലാ മുറികളിലെയും അലമാരകളും സാധനങ്ങളും വലിച്ചുവാരിയിട്ട നിലയിൽ കണ്ടെത്തിയത്. 5 മാസം മുമ്പാണ് വീട്ടുകാർ വിദേശത്ത് പോയത്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കൊടുങ്ങല്ലൂർ CI KJ പീറ്റർ, മധുരകം SI MK രമേശ് എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇടവേള.